സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഇടാൻ പോകുന്ന വീഡിയോ ചതുരപ്പയർ എന്ന് പറഞ്ഞ ഒരു പച്ചക്കറീനെ കുറിച്ചിട്ടാണ്. അപ്പം വീട്ടുവളപ്പിൽ നടാൻ പറ്റുന്ന പച്ചക്കറികളിൽ വളരെ നല്ല ഒരു പയർ വർഗത്തിൽപ്പെട്ട ഒരു പച്ചക്കറിയാണ് ചതുരപ്പയർ. പോഷക ഗുണങ്ങൾ ധാരാളം അടങ്ങിയതാണ് ഈ പച്ചക്കറി. വിത്ത് പാകി മുളപ്പിച്ചിട്ട് ഈ ചെടി നടാൻ പറ്റും. ചതുരാകൃതിയിലാണ് ഇതിൻ്റെ കായുള്ളത്, അതുകൊണ്ടായിരിക്കും ഇതിന് ചതുരപ്പയർ എന്ന പേര് വന്നത്. വള്ളി പോലെ പടർന്ന് കയറുക ചെയ്യാം. അതിന് ധാരാളം വിളവ് കിട്ടുന്നതാണ്. പ്രത്യേക പരിചരണമൊന്നും ഇതിന് ആവശ്യമില്ല. ഇത് ധാരാളം പ്രോട്ടീന്, പൊട്ടാസ്യം, സോഡിയം, പിന്നെ അയേൺ, വൈറ്റമിൻ ബി എല്ലാം അടങ്ങിയിട്ടുണ്ട്. കീടങ്ങളെ അധികം ബാധിക്കില്ല, പ്രത്യേക പരിചരണവും വേണ്ട. സാധാരണയായിട്ട് തോരൻ വെക്കാനെല്ലാം ഇത് ഉപയോഗിക്കുക. ധാരാളം ഗുണങ്ങളുള്ള ഒരു ഇതാണ്. അധികം ശ്രദ്ധയൊന്നും വേണ്ടയില്ല. അപ്പോൾ ഈ ചെടി ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ഇതുണ്ടല്ലേ, ഇതാണ് അതിൻ്റെ കായാണ്. ഉണ്ടല്ലേ, ധാരാളം കായ്കളുണ്ടാവും. ഇത് ഉണ്ടാവും, ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഇഷ്ടംപോലെ കായ്. ഇത് പടർന്ന് കയറിയിട്ട് അങ്ങ് പോവും, ഒന്നും ചെയ്യണ്ടില്ല. എല്ലാവരും ഈ ചെടി നടണം വീട്ടിൽ. വളരെ നല്ല ഒരു ചെടിയാണ്. അല്ല, നമ്മളിവിടെ 1-2 വള്ളിയുണ്ട്. ഒരു വള്ളി ഇവിടെയും വേറൊരു വള്ളിയും കൂടിയുണ്ട്, കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതെല്ലാം ഇഷ്ടംപോലെ കായ് ഇങ്ങനെ ഉണ്ടായിരുന്നത്. ഉണ്ടോ, ഇത് ഉപ്പേരി വെക്കാനും തോരൻ വെക്കാനെല്ലാം നല്ല സാധനമാണ്. വേഗത്തിലാവും. ഒരു ലേശം വെളിച്ചെണ്ണ ഇതാക്കിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്നൊരു പച്ചക്കറിയാണ് അല്ല ഇത് തോരൻ. വീണ്ടും നല്ലൊരു വീഡിയോ ഇടുന്നവരെ ഗുഡ് ബൈ. വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബർ എണ്ണമെല്ലാം വളരെ കുറവാണ്, അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നല്ലതാണ്. ഓക്കെ.